ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. പലരും ചോദിക്കാറുള്ള ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള പലർക്കും തോന്നാറുള്ള ഒരു കാര്യമാണ് GSTR2Aയും GSTR2Bയും എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫെബ്രുവരി മാസം, കഴിഞ്ഞ മാസത്തെ നമ്മുടെ GST റിട്ടേൺ GSTR1 നമ്മൾ ചെയ്യുക മാർച്ച് 11 നമ്മൾ GSTR1 ചെയ്യേണ്ടത് അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടി സപ്ലയർ മാർച്ച് 11 എന്നുള്ളത് മാർച്ച് 5 അതിന് മുമ്പേ തന്നെ ചെയ്യുന്നത് കരുതാം. നമുക്ക് ആ സപ്ലയർ GSTR1 റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് നമ്മുടെ GSTR2A നോക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ഡൈനാമിക് സ്റ്റേറ്റ്മെന്റ് ആണ്. GSTR1 സപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് GSTR2Aയിൽ അതിന്റെ ഡീറ്റെയിൽസ് കാണാം. അതേസമയം GSTR2B എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. മാസത്തിൽ ഒരിക്കലാണ് അത് അപ്ഡേറ്റ് ആവുക. അതായത് മാർച്ച് 11 GSTR1 ഫയൽ ചെയ്തതിന് ശേഷം മാർച്ച് 14 കൂടിയിട്ടാണ് നമുക്ക് GSTR2B അവൈലബിൾ ആയിരിക്കുക. GSTR2Bയിൽ ഈ പറയുന്ന ഇൻവോയ്സ് സപ്ലയർ ഇൻവോയ്സ് ഡീറ്റെയിൽസ് വന്നാലാണ് നമുക്ക് അത് ക്ലെയിമിനായിട്ട് എടുക്കാൻ സാധിക്കുക. അതായത് GSTR3Bയിൽ മാർച്ച് 20 GST ക്ലെയിമിനായിട്ട് എടുക്കണമെങ്കിൽ, ഇൻപുട്ട് ടാക്സ് ക്ലെയിമിനായിട്ട് എടുക്കണമെങ്കിൽ GSTR2Bയിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കണം. ഇതാണ് GSTR2Aയും GSTR2Bയും തമ്മിലുള്ള ഡിഫറൻസ്. GSTR2B ആണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്ലെയിമിനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ GSTR2B നോക്കിയതിന് ശേഷം നമ്മുടെ സപ്ലൈ ഇൻവോയ്സുമായി നമ്മൾ നോക്കുക, അത് കറക്റ്റ് ആണോ, വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ സപ്ലയറുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. GSTR2B പ്രകാരമുള്ള ഇൻപുട്ട് ടാക്സ് വേണം നമ്മൾ ക്ലെയിമിനായിട്ട് എടുക്കുവാനായിട്ട്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. GSTയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനലായിട്ടുള്ള KK Tax India സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.